ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നമ്മുടെ ഹ്യൂമൻ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇൻ്റർഫേസ് അതുപോലെ തന്നെ ഹ്യൂമൻ വാല്യൂസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററിലേക്ക് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം ആറ്റിറ്റ്യൂഡ് നമ്മുടെ എത്തിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ കേസ് സ്റ്റഡി എഴുതുന്ന കേസിലാണെങ്കിലും അതുപോലെ ആൻസേഴ്സ് എഴുതുന്ന സമയത്താണെങ്കിലൊക്കെ നമ്മുടെ തിങ്കിങ് പെർസ്പെക്റ്റീവ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ആറ്റിറ്റ്യൂഡിൻ്റെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇന്ന് ഉള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഹൗ ഡസ് ആറ്റിറ്റ്യൂഡ് ഷേപ്സ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ പല ഇപ്പോൾ സോഷ്യൽ വെൽബീയിങ് അല്ലെങ്കിൽ ഹ്യൂമൻ വെൽബീയിങ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ആറ്റിറ്റ്യൂഡിന് ഒരു വലിയ പങ്കുണ്ട്. ബിക്കോസ് ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ളതാണ് ബേസിക്കലി ഫിലോസഫേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഹ്യൂമൻ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസിഷൻ മേക്കിങ്ങിനെ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബേസിക്കലി ഇന്നത്തെ ചോദ്യം. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എത്തിക്സ് എങ്ങനെയാണ് ഹ്യൂമൻ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ നിങ്ങളൊന്ന് ആറ്റിറ്റ്യൂഡിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പോയിൻറ്റ്സ് ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെ തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഇൻട്രോ ആയിട്ട് യു ക്യാൻ ഗിവ് എ ലിങ്കേജ് ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ഒരു ലിങ്കേജ് കൊടുക്കാം. അതിന് ശേഷം ഇതിനെ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഹ്യൂമൻ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് രണ്ട് പാർട്ടായിട്ട് എഴുതാം. അതിൻ്റെ ശേഷം കൺക്ലൂഡ് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു കോട്ടോ അല്ലെങ്കിൽ ഒരു ഫോർവേഡ് ലുക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ ആറ്റിറ്റ്യൂഡ് ഈസ് ദ ലെൻസ് ത്രൂ വിച്ച് ഇൻഡിവിജ്വൽസ് പെർസീവ് ദ വേൾഡ്, ലൈക്ക് ദ റഡർ ഓഫ് എ ഷിപ്പ് ദാറ്റ് ക്വയറ്റ്ലി ഡിറ്റർമൈൻസ് ഇറ്റ്സ് ഡയറക്ഷൻ amidst turbulent waters. ആറ്റിറ്റ്യൂഡ് ഗൈഡ്സ് തോട്ട്സ്, ഇമോഷൻസ്, ആക്ഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ആറ്റിറ്റ്യൂഡാണ് എങ്ങനെ നമ്മുടെ ഡയറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തും അല്ലെങ്കിൽ എത്ര ഹൈറ്റിലേക്ക് പോകും, ഒരു സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു സക്സസ്സിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തന്നെ ആ സക്സസ്സിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഏത് അഡ്വേഴ്സിറ്റീൻ്റെ ഇടയിലും നമ്മൾ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കും. പക്ഷെ നമ്മൾ വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ ഏത് ഓപ്പർച്യൂണിറ്റിൻ്റെ ഇടയിലും അതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ മാറ്റർ ചെയ്യുന്നുണ്ട് ഫോർ സക്സസ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് ആറ്റിറ്റ്യൂഡിന് വലിയ പങ്കുണ്ട് നമുക്ക് പറയാം. അപ്പം ആദ്യമായിട്ട് തന്നെ ആറ്റിറ്റ്യൂഡ് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഹ്യൂമൻ ബിഹേവിയർ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ്. ഒന്നാമതായിട്ട് ആറ്റിറ്റ്യൂഡ് ഷേപ്സ് ദ പെർസെപ്ഷൻ. നമ്മളൊരു കാര്യത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ആറ്റിറ്റ്യൂഡാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ ഔട്ട്ലുക്ക്, നമ്മുടെ വാല്യൂസ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ബേസിക്കലി ആറ്റിറ്റ്യൂഡ് ഈ ഒരു പെർസെപ്ഷൻ. നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആണോ പെസിമിസ്റ്റിക് ആണോ എന്നുള്ളതനുസരിച്ചാണ് നമ്മളൊരു സ്ഥലത്ത് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ നമ്മൾ എന്താ കാണുന്നത് എന്നുള്ളത് അതാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പം ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ഒരാൾ എന്ത് ചെയ്യും, അയാളുടെ ഫെയിലിയേഴ്സ് എപ്പോഴും പഠിക്കാനുള്ള പുതിയതായിട്ടുള്ള അവസരങ്ങളായിട്ട് കാണും. അതായത് ഇപ്പം തോമസ് ആൽവ എഡിസനോട് ഒരുപാട് മെറ്റീരിയൽസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് എഡിസൺ അവസാനം ടങ്സ്റ്റൺ ആണ് ബൾബിൻ്റെ ഫിലമെൻ്റ് എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതൊരു 1000 എക്സ്പെരിമെൻറ്റോളം എഡിസൺ ചെയ്തിരുന്നു. അപ്പോൾ എഡിസനോടൊരു ജേർണലിസ്റ്റ് ചോദിച്ചു, അവസാനം നിങ്ങൾ 999 പ്രാവശ്യം ഫെയിലായില്ലേ, അപ്പം എന്തു തോന്നി എന്ന് ചോദിച്ചു. അപ്പം എഡിസൺ പറഞ്ഞത്, ഞാൻ 999 പ്രാവശ്യം ഫെയിലാവുകയല്ല ചെയ്തത്, പക്ഷേ ഞാൻ യൂസ് ചെയ്ത 999 വസ്തുക്കളും ബൾബിൻ്റെ ഫിലമെൻ്റ് അല്ല എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. സോ അവിടെ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് ആര് കാണുന്നത്, എഡിസൺ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇവഞ്ച്വലി ഹി ബിക്കെയിം സക്സസ്ഫുൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ പെർസെപ്ഷനാണ് മാറ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വളരെ പെട്രിയാർക്കലായിട്ടുള്ള ഒരു ഫാമിലിയിൽ വളർന്ന അല്ലെങ്കിൽ ഒരു പെട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വിമൺ ലീഡ് ചെയ്യുന്നതിനോട് അയാൾ സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ വിമണിന് വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കുന്നതിനോട് അയാൾ സപ്പോർട്ട് ചെയ്യില്ല, വിമണിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനോട് അയാൾ സപ്പോർട്ട് ചെയ്യില്ല. പകരം വളരെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ജെൻഡർ ഇക്വാളിറ്റീനെ പ്രൊമോട്ട് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരിക്കലും വിമണിനെ ലോവർ ദാൻ മെൻ ആയിട്ട് അയാൾ ഒരിക്കലും കാണില്ല. അയാൾ വിമൺ ലീഡ് ചെയ്യുന്ന ഒരു ഫേമിൽ വർക്ക് ചെയ്യാൻ അയാൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, അണ്ടർ വിമൺ വർക്ക് ചെയ്യാൻ അയാൾക്ക് ഇഷ്യൂസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എത്തിക്കൽ കണ്ടക്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എത്രമാത്രം ഇൻറ്റഗ്രിറ്റിയോടെ ബിഹേവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മെറ്റീരിയൽ വെൽത്ത് ഭയങ്കര കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ വെൽത്തിനോട് വളരെ
ഗെയിൻ ചെയ്യണം, മെറ്റീരിയൽ വെൽത്ത് ഗെയിൻ ചെയ്യണം എന്ന് വളരെ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, അതിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ കറപ്ഷൻ ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമുക്ക് ബേസിക്കലി മണീനോട് ഭയങ്കര ആർത്തിയായിരിക്കും. സോ വി കാൺട്ട് റെസിസ്റ്റ് കറപ്ഷൻ, വി വിൽ കമ്മിറ്റ് കറപ്ഷൻ. അവിടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, കറപ്ഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ആ വാല്യൂവിനോടുള്ള നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബേസിക്കലി കറപ്ഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പം എത്തിക്കൽ കണ്ടക്റ്റ് ഇവിടെ നമ്മുടെ കറപ്ഷൻ പോലെയുള്ള കേസുകളിൽ ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഡിറ്റർമൈൻസ് ദ റെസ്പോൺസ് ടു ചാലഞ്ചസ്. ഇപ്പോൾ നമ്മളിപ്പം സിവിൽ സർവൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്രൈസിസ് പീരീഡ് ഭയങ്കര എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരും, ഡിസാസ്റ്റർ പോലെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എത്രമാത്രം മോറൽ കറേജോടുകൂടി നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കറേജിനോടുള്ള നമ്മുടെ പോസിറ്റീവ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മോറൽ കറേജ് ഹെൽപ്സ് അസ് ടു വിത്ത്സ്റ്റാൻഡ് സച്ച് സിറ്റുവേഷൻ. അപ്പോൾ അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം, അവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ മോറൽ കറേജ് പോലെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ എംപതി ആൻഡ് കമ്പാഷൻ. ഇപ്പോൾ നമുക്ക് സോഷ്യൽ ഇൻക്ലൂഷൻ പോലെയുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്നൊരു വാല്യൂവിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വളരെ എംപതറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കമ്പാഷനേറ്റ് ആയിട്ട് ചുറ്റും കാണുന്ന ആളുകളോട് ബിഹേവ് ചെയ്യും, അവരെ പരമാവധി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷേ നേരെ തിരിച്ചാണെങ്കിലോ, നമ്മൾ ഡിസ്ക്രിമിനേറ്ററി ബിഹേവിയർ ആണെങ്കിൽ നമ്മൾ കാസ്റ്റിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ജെൻഡർ കാര്യത്തിൽ നമ്മൾ ഡിവൈഡ് കാണിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ആറ്റിറ്റ്യൂഡ് ആസ് ദ കോമ്പസ് ഓഫ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡിസിഷൻസ് ബേസിക്കലി നിങ്ങൾക്ക് ഈ ബിഹേവിയറും ഡിസിഷൻ മേക്കിങ്ങും വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാം, കാരണം എല്ലാത്തിലും സിമിലർ പോയിന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളൊരു കാര്യത്തിൽ നിൽക്കണോ വേണ്ടയോ, നമ്മൾ ഇപ്പം UPSC എക്സാം പഠിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം ഫെയിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ UPSC എക്സാം ഇനി എഴുതണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് നമ്മളതിൽ മാറ്റം വരുത്തേണ്ടതെന്നൊക്കെയുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ഈ ഒരു എക്സാമിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടായിരിക്കും. നമ്മൾ ഇതിനോട് വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് നമ്മൾ കൂടുതൽ ബെറ്ററായിട്ട് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെ മെയിൻസ് ഓറിയൻറ്റഡായി നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യാം, മെയിൻസ് റെഡി ആയിട്ട് നമുക്ക് അടുത്ത പ്രിലിംസിലേക്ക് പോകാം എന്നുള്ള ആസ്പെക്റ്റോട് കൂടി അങ്ങനെയുള്ളൊരു ലക്ഷ്യം മനസ്സിൽ വെച്ച് നമ്മൾ പഠിക്കും. പക്ഷേ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ ഇത് വയ്യ, ഇതിനിപ്പോൾ ഇതിലൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഉഴപ്പും. അപ്പോൾ ബേസിക്കലി അതാണ് ഒരു കാര്യം നമുക്ക് നോക്കാനുള്ളത് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, അതുപോലെ തന്നെ ലീഗൽ ആസ്പെക്റ്റുകൾ, അല്ലെങ്കിൽ ഇൻക്ലൂസീവ്നെസ്, ഇംപാർഷ്യാലിറ്റി, ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുകളാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ജസ്റ്റിസ്, ഇക്വാളിറ്റി, ഫെയർനെസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഫ്ലറിഷ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് റിസ്ക് അവേഴ്സ്നെസ് ഓർ ബയസ്നെസ് ഒക്കെ പോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനോടാണ് നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആ കാര്യങ്ങളിലൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ആളുകളോട് ഭയങ്കര ബയസ്ഡായിട്ട് ബിഹേവ് ചെയ്യും, നമ്മൾ കറപ്ഷൻ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് പബ്ലിക് സർവീസ് എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് മാറ്ററായിട്ട് ചുരുങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ പറയാം, എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെയും അതുപോലെ തന്നെ ബിഹേവിയറിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് വില്യം ജെയിംസ് പറയുന്നത്, ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് മൈ ജനറേഷൻ ഇസ് ദാറ്റ് ഹ്യൂമൻ ബീങ് ക്യാൻ ഓൾട്ടർ ഹിസ് ലൈഫ് ബൈ ഓൾട്ടറിങ് ഹിസ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത് 2025 മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു എത്തിക്സിലെ. അപ്പം ഇത് എങ്ങനെയാണ്, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ പല ഇതേപോലെയുള്ള കോട്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൺക്ലൂഷനിലേക്ക് വേണമെങ്കിൽ ആ കോട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്നുള്ള കോട്ട്സ് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ബേസിക്കലി ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മുടെ സക്സസ് അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞ് ഇവർ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ഇത് ബേസിക്കലി നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ആൻസറാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. താങ്ക് യു.